സൂപ്പർ ലീഗിൽ കഴിഞ്ഞ 10 വർഷമായി മത്സരിച്ചിട്ടും ഇതുവരെ ട്രോഫി നേടാനാവാത്ത മഞ്ഞപ്പട 11ാം സീസണിന് മുമ്പ് അടിമുടി മാറ്റത്തിനൊരുങ്ങുന്നതായി സൂചനകൾ പുറത്തുവരികയാണ്. ഇതിന്റെ ഭാഗമായി നിരവധി ഇന്ത്യൻ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് വിൽക്കാൻ ഒരുങ്ങുന്നു എന്ന സൂചന പുറത്തു വന്നിട്ടുണ്ട്. 5 സ്വദേശി കളിക്കാരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC വിൽക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് വിവരം. മലയാളി താരം ഉൾപ്പെടെ ഈ പട്ടികയിലുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സൂചന. മുഖ്യ പരിശീലകനടക്കം അടുത്ത സീസണിൽ പുതിയതായിരിക്കുന്ന സാഹചര്യത്തിൽ കളിക്കാരെയും മാറ്റി പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന് വേണം കരുതാൻ. നിലവിൽ ബ്ലാസ്റ്റേഴ്സുമായി 2025 മെയ് 31 വരെ കരാർ കാലാവധിയുള്ള 5 കളിക്കാരെയാണ് കൊച്ചി ക്ലബ്ബ് മാറ്റാനൊരുങ്ങുന്നത് എന്നാണ് വിവരം. മലയാളി താരമായ രാഹുൽ KP, പഞ്ചാബുകാരനായ സൗരവ് മണ്ഡൽ, മണിപ്പൂർ സ്വദേശികളായ ജീക്സൺ സിംഗ്, സന്ദീപ് സിംഗ്, ഡൽഹിക്കാരനായ ഇഷാൻ പണ്ഡിത എന്നിവരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിൽക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന സ്ഥിരീകരിക്കപ്പെടാത്ത വിവരം. 2019 മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമാണ് 24-കാരനായ രാഹുൽ KP. ഇന്ത്യൻ ആരോസിൽ നിന്നായിരുന്നു മഞ്ഞപ്പടയിലേക്ക് ഈ തൃശൂർ സ്വദേശി എത്തിയത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇതുവരെ 78 മത്സരങ്ങൾ കളിച്ചു, 8 ഗോൾ നേടി, 5 ഗോളിന് അസിസ്റ്റ് നടത്തി. ഇന്ത്യൻ ആരോസിനായി 40 മത്സരങ്ങളിൽ 6 ഗോളും 3 അസിസ്റ്റും നടത്തിയ ചരിത്രവും രാഹുലിനുണ്ട്. 2023-24 സീസണിൽ 21 മത്സരങ്ങൾ കളിച്ചെങ്കിലും ഗോളില്ല. റൈറ്റ് വിംഗറായ രാഹുൽ 1 ഗോളിന് അസിസ്റ്റ് നടത്തിയിട്ടുണ്ട്. അതുപോലെ ജംഷഡ്പൂർ FCയിൽ നിന്ന് 2023-24 സീസണിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയ 25-കാരനായ ഇഷാൻ പണ്ഡിത സെന്റർ ഫോർവേഡായി ബ്ലാസ്റ്റേഴ്സിനായി 17 മത്സരം കളിച്ചെങ്കിലും ഗോൾ നേടാൻ സാധിച്ചില്ല. ഗോൾ അസിസ്റ്റുമില്ല. 2020 മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് സംഘത്തിന്റെ ഭാഗമാണ് റൈറ്റ് ബാക്ക് താരമായ സന്ദീപ് സിംഗ്. ട്രൗ FCയിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സന്ദീപ് സിംഗ് എത്തുന്നത്. ബ്ലാസ്റ്റേഴ്സിനായി ആകെ 57 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്, 1 ഗോൾ നേടിയിട്ടുണ്ട്, 2 ഗോളിന് അസിസ്റ്റും നടത്തി. 2019-ലാണ് ജീക്സൺ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നത്. ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ഈ 22-കാരൻ കേരള ബ്ലാസ്റ്റേഴ്സിനായി 86 മത്സരങ്ങളിൽ ബൂട്ടണിഞ്ഞിട്ടുണ്ട്, 2 ഗോൾ നേടിയിട്ടുമുണ്ട്, 2 ഗോളിന് അസിസ്റ്റ് നടത്തിയിട്ടുമുണ്ട്. നിലവിൽ ടീമിന്റെ ഏറ്റവും പ്രധാന താരങ്ങളിൽ ഒരാളായ ജീക്സനെ വിട്ടുകളഞ്ഞാൽ മഞ്ഞപ്പടയ്ക്ക് അത് വലിയ ക്ഷീണമാകുമെന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട്. 23-കാരനായ സൗരവ് മണ്ഡൽ 2022-ൽ ചർച്ചിൽ ബ്രദേഴ്സ് FCയിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത്. ലെഫ്റ്റ് മിഡ്ഫീൽഡറായ സൗരവ് മണ്ഡൽ മഞ്ഞപ്പടയ്ക്ക് വേണ്ടി 26 മത്സരങ്ങളിലാണ് ഇറങ്ങിയത്. ഗോൾ നേടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല, 3 ഗോളിന് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവാൻ വുക്കോമോനോവിച്ചിന്റെ അസാന്നിധ്യവും മഞ്ഞപ്പട ആരാധകരെ അസ്വസ്ഥരാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ മാറ്റങ്ങളുടെ സൂചന കൂടി പുറത്തു വന്നിരിക്കുന്നത്. 2025 വരെ കരാറുണ്ടായിരുന്ന ഇവാനുമായി പരസ്പര ധാരണയോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC വഴിപിരിഞ്ഞത്. എന്നാൽ അദ്ദേഹത്തെ ഒഴിവാക്കിയത് അത്ര ബുദ്ധിയല്ല എന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒഴിവാക്കിയതല്ലെങ്കിലും ആ തീരുമാനം നല്ലതല്ലെന്ന് പറയാൻ ആരാധകർക്ക് നിരവധി കാരണങ്ങളുണ്ട്. കിരീടമെന്ന സ്വപ്നം സഫലമാക്കാൻ സാധിച്ചില്ലെങ്കിലും കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് 2023-24 സീസണിൽ മികച്ച പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. സീസണിന്റെ ആദ്യ പാദത്തിൽ പോയിന്റ് ടേബിളിന്റെ തലപ്പത്തെത്താനും ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. ആദ്യ 12 മത്സരങ്ങളിൽ 2 എണ്ണത്തിൽ മാത്രമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. ആ മത്സരങ്ങളിൽ ഒഡീഷ FC, മുംബൈ സിറ്റി FC, മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് എന്നിങ്ങനെ വമ്പൻ ടീമുകളെ പരാജയപ്പെടുത്താനും ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു. സഹൽ അബ്ദുൾ സമദ് ക്ലബ്ബ് വിട്ടെങ്കിലും അതിന്റെ ഒരു ക്ഷീണവുമില്ലാതെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അഡ്രിയാൻ ലൂണ, ദിമിത്രിയോസ് ഡയമൻഡക്കോസ്, മുഹമ്മദ് ഐമൻ, വിപിൻ മോഹൻ എന്നിവർക്ക് സാധിച്ചു. ഇനിയിപ്പോൾ മൊത്തത്തിൽ മാറി ബ്ലാസ്റ്റേഴ്സ് എത്തുന്നത് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയ്ക്കൊപ്പം ചില താരങ്ങളെ നഷ്ടപ്പെടുത്തുന്നത് അബദ്ധമാകുമോ എന്ന പേടിയും ആരാധകർക്കുണ്ട്. എന്തായാലും മഞ്ഞപ്പടയുടെ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കാത്തിരുന്ന് കാണാം.